പ്രായം മറന്ന കലയെ സ്നേഹിക്കുകയാണ് ചെറുകുന്ന പ്രസന്ന കലാസമിതിയിലെ അമ്മമാർ. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇവർ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിക്കാനുള്ള അവസാനവട്ട പരിശീലനത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ചെറുകുന്ന പ്രസന്ന കലാസമിതിയിലാണ്. പ്രായം മറന്ന് നൃത്യം അഭ്യസിക്കുന്ന ഒരു കൂട്ടം വനിതകൾ എന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതായത് 23 പേരുള്ള ഇവരുടെ ഈ ബാച്ചിൽ 21 പേരും 50 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. കൂട്ടത്തിലെ നൃത്തത്തിന്റെ ആദ്യ പാഠങ്ങൾ പോലും അറിയാതിരുന്ന പലരും ഇന്ന് മനോഹരമായി നൃത്ത ചുവടുകൾ വയ്ക്കുന്നു. ഏറെ ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ ദൂരെ നിന്നു പോലും നൃത്തം പഠിക്കാനായി എത്തിയവർ, 50 വയസ്സിന് മുകളിൽ പ്രായമായവർ, അതിൽ വീട്ടമ്മമാർ മുതൽ അസിസ്റ്റന്റ് പ്രൊഫസർ വരെയുണ്ട്. ഒരു കാലത്ത് നൃത്തം അഭ്യസിക്കാൻ സാധിച്ചില്ല. വർഷങ്ങൾക്കിപ്പുറം അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ഇരുപത്തിയഞ്ച് പേരുള്ള സീനിയർ ബാച്ചിൽ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും 50ഉം 60ഉം വയസ്സുള്ളവരാണ്. ഒട്ടും ഭംഗി ചോരാതെ അവർ പഠിച്ചെടുത്ത ചുവടുകൾ അടക്കത്തോടെ അവതരിപ്പിക്കുന്നുണ്ട്. അധ്യാപിക പ്രസീത ജോൺസനാണ് ഇവരെ നൃത്തം അഭ്യസിപ്പിക്കുന്നത്. കുട്ടികളെക്കാൾ അച്ചടക്കവും താല്പര്യവും ഇവർക്കുണ്ടെന്ന് അധ്യാപിക. 23 പേരും വളരെ നന്നായിട്ട് ചെയ്യണം, നല്ല ആത്മാർത്ഥമായിട്ട് ഞങ്ങളിത് ചെയ്യും, പഠിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് വന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർക്ക് എളുപ്പം പഠിപ്പിക്കാനും പറ്റി. ഇവർ കൂടുതൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല നല്ല ടീമാണ്. പരസ്പരം എല്ലാവരും കൃത്യസമയത്ത് വരികയും ഡാൻസിൻ്റെ ഇന്ന ദിവസം എന്ന് പറയുമ്പോൾ തന്നെ അവർ ഉത്സാഹത്തോടെ വന്നുകൊണ്ടിരുന്നു. ബാച്ചിലെ രജിത മനോഹരൻ, ഡോക്ടർ ജിജി കുമാരി, സുജാത പ്രഭാകരൻ, ലസിത പ്രദീപ്, ബേബി സുഭാഷ്, പ്രസന്ന മനോഹരൻ, ശോഭ മോഹനൻ, വിജയശ്രീ മധു, സവിത ശ്രീകാന്ത്, രാജശ്രീ കൃഷ്ണൻ എന്നിവരുടെ അരങ്ങേറ്റം ഒക്ടോബർ 8-ന് നടക്കുകയാണ്. അതിന്റെ അവസാനവട്ട പരിശീലനത്തിലാണ് ഇവരുള്ളത്. ആഴ്ചയിൽ 2 ദിവസമാണ് ക്ലാസ്. ആദ്യം ചില ശാരീരിക വിഷമതകൾ തോന്നിയെങ്കിലും പിന്നീട് അതൊന്നുമില്ലാതെയായി. എല്ലാം മറന്ന് നൃത്തത്തെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് ഇവർ. കുടുംബത്തിന്റെ പിന്തുണയാണ് എടുത്തു പറയേണ്ടതെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. ഈ പ്രായത്തിലും ക്ലാസ്സിലെത്താൻ പ്രേരണയാവുന്നത് അതുതന്നെയാണെന്നും ഇവർ പറഞ്ഞു വെക്കുന്നു. എനിക്ക് 65 വയസ്സായി. ഞാൻ ചെറുപ്പത്തിലല്ല ഡാൻസ് കളിച്ച് ഒത്തിരി സമ്മാനം നേടിയതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റോപ്പ് ചെയ്തു. രക്ഷിതാക്കളതിനൊന്നും കിട്ടില്ല. ഭയങ്കര ആഗ്രഹമാണ് ഡാൻസ് എപ്പോഴും പഠിക്കണം പിന്നെ അനിയത്തിയാന്ന് വന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രായമുള്ളവർ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നോ. അപ്പോൾ അവരെ നോക്കാൻ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നു. ടീച്ചർ നല്ല ക്ലാസ് എടുത്തിരുന്നു. കഴിഞ്ഞ ദശമിക്കാണ് നമ്മളിവിടെ ക്ലാസ്സിന് ചേർന്നത്. ടീച്ചറുടെ നേതൃത്വത്തിൽ ടീച്ചർ നല്ല ഒരു വൃത്തിക്ക് നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ 1 കൊല്ലം കൊണ്ട് നമുക്ക് അരങ്ങേറ്റം ചെയ്യാൻ പറ്റി. ചെറുപ്പത്തിലെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഭരതനാട്യം പഠിക്കണം എന്നുള്ളത്. ഈ 1 കൊല്ലം കൊണ്ട് ടീച്ചർ നമ്മളെ അത്രയ്ക്കും നന്നായിട്ട് ടീച്ചർ നമ്മളെ ഈ 1 കൊല്ലം കൊണ്ട് അരങ്ങേറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കി. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ടീച്ചറെ പരിചയപ്പെടുന്നത്. ആ ഡിസംബർ മുതൽ ഈ ഒരു 5-8 മാസം കഴിയുമ്പോഴേക്കും അരങ്ങേറാൻ വേണ്ടിയുള്ള സഹായം ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് പറ്റി. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനിടയിൽ സംഗീതവും പഠിച്ചു കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷ് എടുക്കുന്നു. ഇപ്പോഴും അവിടെ തുടരുന്നു. വൈഖരി ചെറുകുന്ന്, അതുപോലെ തന്നെ ഡാൻസിനോടും കലയോട് പ്രത്യേകിച്ച് വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഇനി ഒരുപാട് വേദികളിൽ നൃത്തം അവതരിപ്പിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഈ അമ്മമാരുള്ളത്. നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കലയെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രായം അതിന് തടസ്സമല്ലെന്നാണ് ഇവർ തെളിയിക്കുന്നത്. നമുക്കിത് മാതൃകയാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ക്യാമറമാൻ നികേഷ് താപത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ.